മാനസിക സാമൂഹിക പുനരധിവാസ രംഗത്ത് മാതൃകയായ പാല മരിയ സദനം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ കരുത്തേകി കാനാട്ടുപാറ മരിയ സദനം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചു. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ സിറിയക് തോമസ് ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനയും വിജ്ഞാനവും ഒത്തുചേരുന്ന പുതിയൊരു അറിവിന്റെ ഇടമായി ഗ്രന്ഥശാല മാറുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ സിറിയക് തോമസ് ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മരിയ സദനം ലോകത്തിന് വെളിച്ചമായി നിലകൊള്ളുന്ന മാതൃകാപരമായ സ്ഥാപനമാണെന്ന് ഡോക്ടർ സിറിയക് തോമസ് പ്രശംസിച്ചു. ലളിതമായ തുടക്കത്തിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള മരിയ സദനത്തിന്റെ വളർച്ച അത്ഭുതകരമായ നേട്ടമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ലേബർ ഇന്ത്യ ഗ്രീൻ ഗാർഡൻസ് ജോർജ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. മരിയ സദനം ഡയറക്ടർ സന്തോഷ് ജോസഫ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. പാല പുലിയന്നൂർ സ്വദേശിയും 55 വർഷമായി പാല സഹൃദയ സമിതിയിൽ പ്രവർത്തിക്കുകയും ഇപ്പോഴത്തെ അധ്യക്ഷനും കേരള ഹാസ്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ രവി പുലിയന്നൂരിനെ ചടങ്ങിൽ ആദരിച്ചു. മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയ് ഫ്രാൻസിസ്, റിട്ടയർഡ് മുനിസിപ്പൽ കമ്മീഷണറും മുൻ ചീഫ് ലൈബ്രറിയനുമായ രവി പാല, കവിയത്രിയും എഴുത്തുകാരിയുമായ സിജിത അനിൽ, ചലച്ചിത്ര നടൻ ചാലി പാല എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചെറുപ്പക്കാരിലും മുതിർന്നവരിലും വായനാശീലം വളർത്താനും ഒഴിവു സമയം ക്രിയാത്മകമായി വിനിയോഗിക്കാനും ഈ ഗ്രന്ഥശാല ഉപകരിക്കുമെന്ന് പ്രസംഗകർ പറഞ്ഞു. ഫ്രണ്ട്സ് ഓഫ് മരിയ സദനം പ്രതിനിധി ടോമി ചെറിയാൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. i4A News, പാല.